ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈറ്റ് സൈ. അപ്പോൾ നമ്മൾ ഇന്ന് വിചിത്രമായ ഇല്ലെങ്കിൽ വളരെയധികം പ്രത്യേകതയുള്ള ഒരു സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് നമ്മുടെ ബസവനഗുഡി. ഏകദേശം മാർക്കറ്റിൽ നിന്നും മെജസ്റ്റിക്കിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരം അത്രയേ ഉള്ളൂ. മെജസ്റ്റിക്കിൽ നിന്ന് 3 കിലോമീറ്റർ, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് 1.5 കിലോമീറ്റർ. അത്ര അടുത്തുള്ള സ്ഥലമാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന്. കാരണം ഇവിടെ വളരെ കൂളായ നേച്ചറാണ് ഉള്ളത്. അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് രാമകൃഷ്ണ മഠ് എന്ന ആശ്രമമാണ്. ഇവിടെ ധ്യാനം ഇരിക്കുന്നവരെല്ലാം ഇവിടെ വന്നിരിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലെ വീഡിയോ നമുക്ക് എടുക്കാൻ പാടില്ല. നല്ല അറ്റ്മോസ്ഫിയറാണ് അവിടെ, ശാന്തമായ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കുറേയധികം ഇളനീരാണ്. ചെന്തങ്ങൻ്റെയും സാധാരണ തെങ്ങിൻ്റെയൊക്കെ ഇളനീരിങ്ങനെ വിൽപ്പനക്കിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെയാണുള്ളത് ഈ ഒരു ബുൾ ടെമ്പിൾ റോഡാണിത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണിത്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ വിവേകാനന്ദൻ്റെ ഒരു പ്രതിമയുണ്ട്. അതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം അടുത്തിട്ട് തന്നെയാണ്, ഒരു അപ്പുറം ഇപ്പുറം സ്ഥിതി ചെയ്യുന്ന സംഭവങ്ങൾ. ഈ ജംഗ്ഷൻ്റെ പേര് വിവേകാനന്ദ സർക്കിൾ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആശ്രമത്തിൻ്റെ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ധ്യാനത്തിലിരിക്കുന്ന ഒരു സ്ഥലം, സൗണ്ടൊന്നും ഇല്ലാതെ, അഹങ്കാരമൊന്നുമില്ലാത്ത ഒരു സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടത്തുള്ള വീഡിയോ എടുക്കണ്ട. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ, പുറത്ത് നിന്ന് അതിലെ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ വന്നാൽ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഈ ഒരു ബാംഗ്ലൂർ സിറ്റിയിൽ കാണപ്പെടേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു സർക്കിള് കഴിഞ്ഞിട്ടാണ് മറ്റൊരു സ്ഥലത്തേക്കെല്ലാം പോകാനുണ്ട്, അതൊക്കെ പറയാം. ഇത് ബാംഗ്ലൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ജീവിച്ചിരുന്ന സ്ഥലം, അതൊക്കെ പറയാനുണ്ട്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം കർണാടകത്തിൻ്റെ ഒരു തനതായ ശൈലി കണ്ടുവരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അധികവും കർണാടകക്കാർ തന്നെയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേകതയും കൂടിയാണ് ഈ ഒരു സ്ഥലം. ബുൾ ടെമ്പിൾ റോഡും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. അപ്പോൾ നമുക്ക് ബുൾ ടെമ്പിളിനെ പറ്റി പറയണം. ബുൾ ടെമ്പിൾ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു സെക്ഷൻ വരുന്നത് ബുൾ ടെമ്പിളാണ്. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് ബസവനഗുഡി ബുൾ ടെമ്പിൾ റോഡ് ആണ് ഈ ഒരു ഏരിയയുടെ പേര്. ഓക്കെ. അപ്പോൾ ഒരു ശാന്തഗംഭീരമായ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്കിളിൽ നിന്ന് നമ്മൾ നേരെ പോവുകയാണ്. ഇത് ബുൾ ടെമ്പിൾ റോഡ് എന്ന് പറയുന്നത്. അവിടുന്ന് ജസ്റ്റ് 1/2 കിലോമീറ്ററില്ല നേരെ പോയാൽ നമുക്ക് ഈ ഒരു ബുൾ ടെമ്പിൾ റോഡിലെത്താൻ പറ്റും. അതിൻ്റെ പ്രത്യേകത, വളരെയധികം പ്രത്യേകതയുണ്ട്. ഡിസംബർ മാസത്തിൽ നമുക്ക് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് മറ്റൊരു ടെമ്പിളാണ്, അവിടെ നമ്മൾ കയറുന്നില്ല. ആ ബുൾ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു നന്ദി പ്രതിമയുണ്ട്, കല്ലിൽ തീർത്ത പ്രതിമ. അത് വർഷങ്ങൾ കഴിയുമ്പോൾ ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമയാണത്. അപ്പോൾ ഓരോ ഇഞ്ച് കൂടി വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് തന്നെ നല്ല ഗംഭീരമായുള്ള കൊമ്പുകളാണ്, നന്ദിയുടെ കൊമ്പുകളാണ് അതിൻ്റെ എൻട്രൻസ് കാണുന്നത്. അപ്പോൾ നന്നായിട്ടുള്ള പാർക്കും പിന്നെ അമ്പലവും എല്ലാം നല്ലതായിട്ട് ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഈ ഒരു വീഡിയോ അമ്പലം മാത്രമേ ഉള്ളൂ. പിന്നെ അത് അങ്ങനെയുള്ള കാഴ്ചകളാണ്, അറിവുകളാണിത്. പിന്നെ നമുക്കൊന്ന് ഉള്ളോട്ട് പോവാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു വലിയൊരു കൊമ്പിൻ്റെ ഉള്ളിലേ കൂടി, കൃത്രിമമായ ഒരു കല്ലിൽ തീർത്ത കൊമ്പിൻ്റെ ഉള്ളിലേ കൂടി വേണം പോകാൻ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഉയർന്ന പ്രദേശമാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. അപ്പോൾ സ്റ്റെപ്പാണ്, അതെല്ലാം കല്ലിൽ തീർത്ത, മനോഹരമായി കല്ലിൽ തീർത്ത സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോവാം. 2 സൈഡിലും കുറച്ച് ഫോറസ്റ്റ് ആയിരുന്നു മുന്നേ. പക്ഷേ ഇപ്പോൾ ഒരു സൈഡിൽ എന്താണെന്ന് വെച്ചാൽ ഈ പശു എന്ന് പറയുന്നത്, നന്ദി എന്ന് പറയുന്നത് പശുവാണ്. പശു എന്ന് പറയുന്നത് ഈ ഒരു കാർഷിക ഫാമിലി ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്, അവിഭാജ്യ ബന്ധമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സൈഡിൽ നമ്മൾ കാണിക്കുന്നത്. കാരണം ഇത് ഗ്രില്ലിൻ്റെ അപ്പുറത്ത് നമുക്ക് എൻട്രി ഇല്ല ഉള്ളിൽ. ഗ്രില്ലിൻ്റെ അപ്പുറത്ത് കുറേയേറെ ഒരു കാർഷിക ഫാമിലീൻ്റെ
ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടൗട്ട്സ്, പിന്നെ പ്രതിമകളാണ്. അപ്പോൾ സ്റ്റാച്യു, അപ്പോൾ നെല്ല് കൂട്ടിയിരിക്കുന്ന ഒരു കാഴ്ചകളാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പാറക്കെട്ടുകളാണ്. ഇതൊരു കുന്നിൻ ചെരുവുകളാണ്. എന്താണ് നന്ദി ബുൾ ടെമ്പിൾ റോഡിലെ നന്ദി ടെമ്പിളാണിത് പ്രത്യേകിച്ചും. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ അമ്പലം മാത്രമല്ല ഉള്ളത്, നല്ലൊരു പാർക്കും കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ പാർക്ക് കാണാനും ഇവിടെ വരാം. പിന്നെ ഈ ഒരു പശുവിൻ്റെ എല്ലാം പ്രതിമ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം ഹിന്ദു ആചാരത്തിൽ ശിവൻ്റെ അടുത്ത ഒരു ബന്ധമുണ്ട് ഈ ഒരു നന്ദി എന്ന പശുവിന്. അപ്പോൾ ശിവനായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടയ്ക്കെല്ലാം ഈ നന്ദി എന്ന പശു ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു നന്ദി എന്ന പശു ഉള്ളിടയ്ക്ക് തന്നെ ശിവനും ഉണ്ടാവും. അത് ആ ഒരു ടെമ്പിളാണത്. അപ്പോൾ ഈ ഒരു സൈഡിലൊന്നും അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പുറത്തെ റോഡാണ്, കാട് മാത്രമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ എൻട്രി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ പോയിട്ട് വരാം. കാരണം നല്ല ചെത്തിമിനക്ക് കല്ലാണ് ഇതിൻ്റെ ഫ്ലോറ്. സ്റ്റെപ്പായി വിരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു കാർഷിക വൃത്തിയായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പശു അങ്ങനെയുള്ള കാര്യങ്ങൾ, കലപ്പ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. കാണാം. പിന്നെ കുറച്ച് ഇവിടെ മെയിനായിട്ട് കല്ലുകളാണുള്ളത്. കുറേയേറെ കല്ലുകളുണ്ട്. പാർക്കിലൊക്കെ വലിയ വലിയ കല്ലുകളാണ്. അപ്പോൾ നമുക്ക് പിന്നീട് കാണാം. ഇത് വൈകുന്നേരം ഒരു 5:30-6 മണിക്കാണ് സംഭവം ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ആസ്വദിക്കാം. ഇവിടെയൊക്കെ വളരെ കുറഞ്ഞ, കാരണം ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. ഇതാണ് അമ്പലത്തിൻ്റെ ഗോപുരം. അപ്പോൾ ആദ്യമൊക്കെ മഴ പെയ്ത് ക്ലാവ് പിടിച്ച ഒരു ഗോപുരമായിരുന്നു. പക്ഷേ ഇത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. കാരണം ഈ ഒരു ക്ലൈമറ്റ് പിന്നെ പ്രകൃതിയും അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ അറിവില്ലായ്മ കൊണ്ടോന്നറിയില്ല, വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ വളരെ പഴക്കം ചെന്ന ഒരു അമ്പലം, പുരാതന കാലങ്ങളിൽ ഉണ്ടായിരുന്ന അമ്പലം. ഇതിൻ്റെ പഴക്കമൊന്നും അറിയില്ല. കാരണം അത് അവിടെ ഒരു നോട്ടീസൊക്കെ അടിച്ച് വെക്കേണ്ടതായിരുന്നു, ഇത്ര കാലപ്പഴക്കം ഉണ്ടെന്നൊക്കെ. അത് ഇവിടെ ഞാൻ കണ്ടിരുന്നില്ല. കാരണം ആ ഒരു ത്രില്ലിങ് കൊണ്ട് ഉള്ളിൽ കയറി പിന്നെ കുറച്ച് വീഡിയോ എടുത്തു എന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഫോറിനേഴ്സ് എല്ലാം വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നന്ദി ടെമ്പിൾ. ഇതിൻ്റെ ഉള്ളിലാണ് നന്ദി എന്ന പശുവിൻ്റെ ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമയുള്ളത്. അതിങ്ങനെ ഓരോ വർഷം തോറും വലുതായി വരുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് അതിൻ്റെ മനോഹരമായ ഗോപുരം. ഇപ്പോഴും നല്ല കളറൊക്കെ ചെയ്ത് ആകർഷകീയമായ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പഴയ രീതിയിൽ തന്നെയാണ്. കാരണം അതൊന്നും മാറ്റിയിട്ടില്ല. പക്ഷേ ഇത് പെയിൻ്റെല്ലാം അടിച്ച് വൃത്തിയാക്കിയതെന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഉള്ളിലെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം അമ്പലത്തിൽ നമ്മൾ ഉള്ളിലെ കാര്യങ്ങൾ എടുത്താൽ അത് ശരിയാവില്ല. കാരണം അത് പിന്നെ മറ്റൊരു പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെറ്റും. അപ്പോൾ നമ്മൾ പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എടുക്കുന്നു. അത് കാണുന്നതാണ് നന്ദി ടെമ്പിൾ. നന്ദീൻ്റെ ശില്പം അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അമ്പലത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ അമ്പലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്ലൈമറ്റിൽ ആണ്. ഇതൊരു ഫോറസ്റ്റാണ്, സ്മോൾ ഫോറസ്റ്റാണിത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം തന്നെയാണ്, ഫോറസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിലേക്ക് മാത്രമാണ് നമ്മൾ ഡയറക്റ്റായിട്ട് എൻട്രി ഉള്ളതും. അപ്പോൾ ഇതാണ് ഒരു നന്ദി. അപ്പോൾ നമുക്ക് ചുറ്റും കാണുമ്പോൾ ഏകദേശം നല്ല ഇരുട്ട് പോലെ തോന്നി. അമ്മാതിരി മരങ്ങളും പിന്നെ കല്ലുകളും പാറക്കെട്ടുള്ളതായിരുന്നു. പണ്ടൊക്കെ അവിടെയൊക്കെ എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു സായം സന്ധ്യയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രദേശം. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ പോലെ തന്നെ ഈ കാട്ടുമൃഗങ്ങളുടെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാട് തന്നെ ആയതുകൊണ്ട് ആ ഫീലിംഗ് നമുക്ക് വരും.
പുലി, മയിൽ ഒക്കെ കാണാം. നമുക്ക് കുതിരയില്ല, ജിറാഫ് കാണാം. അതിൻ്റെയൊക്കെ പ്രതിമ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഫോറസ്റ്റിലേക്കുള്ള എൻട്രി, അല്ലെങ്കിൽ ഗാർഡനിലേക്കുള്ള എൻട്രി. അപ്പോൾ ഈ ഒരു ഗാർഡൻ നല്ലൊരു ഫോറസ്റ്റ് പോലെ ആക്കി വെച്ച് എന്നതാണ് നമുക്ക് പറയേണ്ടത്. പിന്നെ ഇതിൽ എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യേണ്ട ജിംനേഷ്യം പോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പലപ്പോഴും അടുത്തുള്ള ആൾക്കാർ വന്ന് എക്സസൈസ് ചെയ്യുന്നു, പ്രത്യേകിച്ച് വൃദ്ധന്മാർ വന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. കൊണ്ടുപോകാം. ഇതൊക്കെയാണ് ഇത് എക്സസൈസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാൽ ഏകദേശം ഒരു ഫോറസ്റ്റ് വൈബ് കിട്ടും. കണ്ടോ, ലെഫ്റ്റ് സൈഡിലൊക്കെ എക്സസൈസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് കൂടുതലാണ് എക്സസൈസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല ഫോറസ്റ്റ് വൈബ് കിട്ടാൻ വേണ്ടി തന്നെ ജിറാഫിൻ്റെ പ്രതിമയുണ്ട്. അതേപോലെ തന്നെ പുലീൻ്റെയും കടുവേൻ്റെയൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഇതൊക്കെ ഒന്നും ജീവനില്ല. പക്ഷേ ഉള്ളിലുള്ള നായ്ക്കൾക്കെല്ലാം ജീവനുണ്ട്. കാരണം അവർ വന്ന് അവരെ പരിസ്ഥിതി ആയതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സ്ഥലം തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ അതിനൊക്കെ ജീവനുണ്ട്. അങ്ങനെയുള്ള ഒരു ഫോറസ്റ്റ് വൈബുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ബസവനഗുഡിയിൽ ബുൾ ടെമ്പിൾ റോഡുള്ള ബുൾ ടെമ്പിൾ അടുത്തുള്ള ഈ ഒരു ഫോറസ്റ്റ് വൈബുള്ള പാർക്ക്. കണ്ട ജിറാഫിൻ്റെ പ്രതിമ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതാണ് സംഭവം. ഇത് പ്രത്യേകത തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു സ്ഥലം നമ്മൾ അധികം വിസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അവിടെ അപ്പുറത്തൊരു ഒരു കടുവേൻ്റെ സ്റ്റാച്യു ഉണ്ട്. അതിൻ്റെ മുമ്പിൽ 2-3 പട്ടികൾ ഇരിക്കുന്നുണ്ട്. അവർ ഉറങ്ങുന്നതാണ്. കാരണം നല്ല സുഖമായി തണുപ്പിന് ഇങ്ങനെ കിടന്നുറങ്ങാൻ. ഇതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് വലിയ അക്രമങ്ങളൊന്നും ഇല്ലാണ്ട് അതാണ് അതിൻ്റെ ഒരു രസം. പിന്നെ നമ്മൾ തിരിച്ച് വരികയാണ് അവിടെ. കാരണം അങ്ങ് ദൂരെയൊന്നും പോയില്ല. കാരണം ഫോറസ്റ്റ് വൈബ് ആയി, പിന്നെ നൈറ്റായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ മുമ്പിൽ കണ്ടത് റഷ്യൻ ടൂറിസ്റ്റേഴ്സാണ്. അവർ ഈ ഒരു വൈബ് ആസ്വദിക്കുകയാണ്. ഫോറസ്റ്റ് ആൻഡ് ദൈവത്തിൻ്റേതായ ഒരു വൈബ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ട് ഇനി പുതിയൊരു കാഴ്ചകളിലേക്ക് പോവാം. കാരണം അതിൻ്റെ മുമ്പ് ഇങ്ങനെയാണ് നമുക്ക് കാണാം. കുറേയേറെ അമ്പലങ്ങളുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു അമ്പലം തന്നെയാണ്. പക്ഷേ അതിനടുത്തുള്ള പാർക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് അവിടെ പോകാം. അവിടെ നിന്ന് നമുക്ക് ദർശിക്കാം. ഉള്ളിൽ കയറേണ്ടതേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ പടവുകൾ ഇറങ്ങിയാണ്. ഇനി അടുത്ത് പോകുന്നത് നമ്മുടെ രജനീകാന്തിൻ്റെ ജന്മസ്ഥലമായ സ്ഥലത്താണ്. കെമ്പഗൌഡ നഗർ എന്ന് പറയും. കെമ്പഗൌഡ നഗർ എന്ന് പറയുന്നത്, കെമ്പഗൌഡ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റി ഡെവലപ്പ് ചെയ്ത ഒരാളുടെ പേരാണ് കെമ്പഗൌഡ. അതെ. അപ്പോൾ അയാളുടെ ഓർമ്മക്കായുള്ള ഒരു സ്ഥലമാണ് ഈ കെമ്പഗൌഡ നഗർ. KG നഗർ എന്നൊക്കെ പറയും. അപ്പോൾ അവിടത്തേക്ക് ആണ് നമ്മൾ അടുത്ത പോക്ക്. അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഇതാണ് കെമ്പഗൌഡ നഗറിലെ ഒരു ജംഗ്ഷൻ. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി നിർമ്മിച്ച ഒരു പ്രതിമയാണ്. ഒറ്റക്കല്ലിൽ ശില്പം. അപ്പോൾ ആ ഒരു തൂണിൽ ഇങ്ങനെ ഭംഗിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന രജനീകാന്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ജീവിച്ചിരുന്നത്. അദ്ദേഹം, ഞാൻ അറിഞ്ഞത്, അദ്ദേഹം മാസത്തിൽ വന്ന് ഈ ഒരു ഏരിയ സന്ദർശിക്കാറുണ്ട്. ഈ ഒരു ഏരിയയിൽ കുറച്ച് അപ്പുറത്താണ് അദ്ദേഹം പഠിച്ച സ്കൂൾ. ആ സ്കൂൾ അദ്ദേഹം ആദ്യം ഹൈസ്കൂളായിരുന്നു, ഇപ്പോൾ +2 ലെവലിലുള്ള സ്കൂളാക്കി മാറ്റി. ഇതിൻ്റെ ബാക്കിലുള്ള റോക്ക്, അത് പാറ, വലിയൊരു പാറയാണ്. അതിൻ്റെ ഉള്ളിലൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആ ടെമ്പിളിൻ്റെ പേര് പിന്നെ ഒരു എന്താണ്, മഹാദേശ്വര ഗവി ഗംഗാധേശ്വര ടെമ്പിൾ എന്നാണ്. ശരി, ഗവി ഗംഗാധേശ്വര ടെമ്പിൾ. അതാണ് അതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ആർച്ചും അതിനുള്ളിലേക്കുള്ള ടെമ്പിളും. അത് പണ്ടൊക്കെ അങ്ങനെ ഒരു വഴിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. ഇതിൻ്റെ എൻട്രൻസ് കുറച്ച് മുമ്പോട്ട് പോയിട്ടുള്ള ഒരു വഴിയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ടെമ്പിൾ ഉള്ളത്, ആ ഒരു ലൊക്കേഷനിൽ.
അപ്പോൾ അത് വലിയൊരു പാറയാണ്. പാറയുടെ ഉള്ളിൽ ഗുഹ ടെമ്പിൾ എന്നൊക്കെ പറയും. അതാണ് ഗവി എന്ന് പറയുന്ന ഗുഹയാണ് ഗവി ഗംഗാധേശ്വര ടെമ്പിൾ. അപ്പോൾ ഈ ടെമ്പിൾ 5000 വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുണ്ട്. ഇത് നിർമ്മിച്ചത് മുനിമാരാണ്. അപ്പോൾ ഈ ഒരു ടെമ്പിൾ താഴ്ന്ന, അതാണ് ശിവനാണ് ഇതിൻ്റെ പ്രതിഷ്ഠ. അപ്പോൾ ഇതിൽ ഞാൻ അറിഞ്ഞത് ഇതിനുള്ളിൽ ഞാൻ ദർശനം ചെയ്തു. കാരണം മുന്നേ ഞാൻ ദർശനം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ചെയ്യുമ്പോൾ ഒരു എന്താണെന്ന് വെച്ചാൽ ഗുഹയിൽ എന്ന് പറഞ്ഞാൽ 3.5-4 അടി ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രദക്ഷിണം ചെയ്യാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ഒരു പ്രത്യേക വൈബാണ് ഇതിൽ ചെയ്യുമ്പോൾ. അപ്പോൾ 5000 ഇയേഴ്സ് പഴക്കമുള്ള ഈ ഒരു ടെമ്പിൾ വലിയ നീളമുള്ളവർക്ക് ഉള്ളിൽ പോയിട്ട് ദർശനം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്താൽ പറ്റും. അപ്പോൾ ഇതിലൊന്ന് ചെയ്യേണ്ടതാണ്. ഒരു പ്രത്യേക വൈബാണ്. കാരണം ഇത് ഇപ്പം പോകുന്നത് ടോപ്പിലല്ല, ഭൂമിക്കടിയിലാണ് ഈ ടെമ്പിൾ പ്രതിഷ്ഠയൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കനാൽ പോലെയുണ്ട്. കനാലല്ല, ഒരു റൂട്ട്. അത് ഒരു 10-60 കിലോമീറ്ററുള്ള ഒരു ടെമ്പിളിലേക്കുള്ള ഒരു ദൂരം. അത് പണ്ട് കാലങ്ങൾക്കൊക്കെ മുനി വര്യന്മാർ പോയിരുന്നു. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തൊരു ലേക്ക്, കെമ്പാഗോഡി ലേക്ക്. അത് ക്ലോസ് ആയതുകൊണ്ട് തന്നെ പിന്നെ അത് അങ്ങോട്ട് പോകാറില്ല എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. അപ്പോൾ വളരെ വളരെ വിചിത്രമായതും വളരെ പഴക്കം ചെന്നതും പക്ഷേ വളരെ വളരെ ഇമ്പോർട്ടൻറ്റുമായ ഒരു ടെമ്പിളാണിത്. ഇതിൻ്റെ നോട്ട്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് വായിക്കാം. ഇതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ 5000 ഇയേഴ്സ് പഴക്കമുള്ള ടെമ്പിളിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് കൈറ്റ്സ് ആയി. ഇപ്പോൾ വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി. ബൈ.